ഇൻഫോടെക്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് SSD ഡിസ്കിനെ കുറിച്ചാണ്. SSD ഡിസ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാം, കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പിൽ എന്തുമാത്രം പെർഫോമൻസ് ഡിഫറൻസ് വരുമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പുതിയതായി ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് SSD വെച്ചുള്ള ലാപ്ടോപ്പുകളാണ് ഇപ്പം കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ SSD മേടിക്കുന്നത് കൊണ്ടുള്ള ഗുണം, നമ്മുടെ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ SSD നമ്മുടെ ലാപ്ടോപ്പിലുണ്ടെങ്കിൽ ഉള്ള പെർഫോമൻസിൻ്റെ ഡിഫറൻസും എൻ്റെ ലാപ്ടോപ്പിൽ വെച്ചതിന് ശേഷം പെർഫോമൻസിൽ വരുന്ന വ്യത്യാസങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് PNYയുടെ 120 GB ഹാർഡ് ഡിസ്കാണ്. നോർമൽ ഹാർഡ് ഡിസ്കിനേക്കാളും വളരെയധികം വില കൂടുതലാണ്. നോർമൽ ഹാർഡ് ഡിസ്കിന് ഇത് ഏകദേശം 120 GB ഞാൻ 2800 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പം ഞാൻ ഈ ഹാർഡ് ഡിസ്ക് എടുത്തിരിക്കുന്നത് 120 GB മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കാരണം നമ്മുടെ സിയിൽ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതായത് നമ്മുടെ വോയിസും മറ്റ് സോഫ്റ്റ്വെയറുകളും മാത്രം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താണ്. സ്റ്റോറേജിനായിട്ട് ഞാൻ ഹാർഡ് ഡിസ്ക് വേറൊരു രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് ഈ SSD വെച്ചതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പിന് വരുന്ന വ്യത്യാസം, എങ്ങനെ ഈ SSD വെക്കാമെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ SSD കണക്ട് ചെയ്യുന്നതിന് മുമ്പായി നിലവിലെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്പീഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓണാക്കാനുള്ളത് നമ്മൾ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്നത് ഇതിൻ്റെ സെക്കൻഡുകളാണ്, ടൈമാണ് കൊടുത്തിരിക്കുന്നത് ഓണാകുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം 1 മിനിറ്റ് 23 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോപ്പ് വന്നിരിക്കുന്നു. അതിനുശേഷം വീണ്ടും 1 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. നമുക്ക് SSD കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം. ഇപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ 120 GB SSD ഡിസ്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ലാപ്ടോപ്പ് തിരിച്ചു വെക്കുക. നമ്മുടെ ബാക്കിൽ മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും ഡിഫറൻ്റാണ്. നമ്മുടെ ഈ ഒരു സിമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സിമ്പിൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പുറകിലത്തെ കവറുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗമായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഹാർഡ് ഡിസ്ക് ആ ഒരു സ്പേസിലായിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഹാർഡ് ഡിസ്ക്, റാം, കീബോർഡിൻ്റേത് എല്ലാം നമ്മുടെ ഈ ഒരു ഒറ്റ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണ് താഴേക്ക് ലാപ്ടോപ്പ്. നമുക്ക് ഈ കവർ ഊരിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, പഴയ ഹാർഡ് ഡിസ്ക്. 1 TB ഞാൻ യൂസ് ചെയ്തിരുന്ന ഹാർഡ് ഡിസ്കാണ്. അപ്പം നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ SSD ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുന്നതാണ്. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 4 സ്ക്രൂ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് റിമൂവ് ചെയ്യാം. അതിനുശേഷം ചെറുതായി സ്ലൈഡ് ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതുപോലെ നമുക്ക് ഇറക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് ലാപ്ടോപ്പ് മാറ്റിയതിനു ശേഷം നമ്മുടെ ഹാർഡ് ഡിസ്ക് എടുക്കാം. ഇപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ് നമ്മുടെ പുതിയ SSDയിൽ കണക്ട് ചെയ്യാനായിട്ട്. നമുക്കത് ഒരേ സൈഡിൽ ഒരുപോലെ രണ്ട് പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം സെയിം രീതിയിൽ തന്നെ നമുക്ക് SSDയിൽ കണക്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഒരേപോലെ കണക്ട് ഇരുന്ന ഭാഗം വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. അത് SSDയിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കണക്ട് ചെയ്യാം.
അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്ക് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇരുന്ന സ്ഥാനത്ത് ഹാർഡ് ഡിസ്ക് ഇരുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വെച്ചതിന് ശേഷം സ്ലൈഡ് ചെയ്യും അകത്തേക്ക് കവർ. അത് ഫിക്സായി നമുക്ക് ആ സ്ക്രൂ തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മുടെ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് നമ്മൾ SSD കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് കാണാം. അപ്പോൾ നമ്മുടെ SSD കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ബാക്ക് കവർ അടയ്ക്കുക. നമ്മൾ കണക്ട് ചെയ്തു. നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് തിരിച്ച് കണക്ട് ചെയ്യാം. നമ്മൾ SSD നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്തതിന് ശേഷം OS ഇൻസ്റ്റാളേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് ബൂട്ട് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസ് 10ൻ്റെ OS ആണ്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മറ്റ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് SSDയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. എന്നാലേ SSD വെച്ചുകൊണ്ടുള്ള ആ ഒരു സ്പീഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴും. നമ്മൾ SSD നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയേറെ നല്ല ഒരു പെർഫോമൻസ് ഡിഫറൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ലാപ്ടോപ്പിന്. അതായത് SSD എന്ന് പറയുന്നത് അതിനകത്ത് ഹാർഡ് ഡിസ്കിനെ പോലെ നമുക്ക് മൂവിങ് പാർട്സ് ഒന്നുമില്ല. എല്ലാം ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്താണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്തെന്ന് റീഡും റൈറ്റും ഒക്കെ ചെയ്യുന്നത് വളരെ വേഗത്തിൽ ഹാർഡ് ഡിസ്കിനേക്കാളിലും എളുപ്പത്തിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് വോയിസ് ബൂട്ട് ചെയ്യുന്നത് തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കൊക്കെ വെച്ച് ബൂട്ട് ചെയ്യാൻ നേരത്തെ ഏകദേശം 2 മിനിറ്റോളം നമുക്ക് കഴിഞ്ഞിട്ടാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ സാധിക്കുക. എന്നാൽ SSD വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 സെക്കൻഡിനുള്ളിൽ തന്നെ, അതായത് ഒരു 20 സെക്കൻഡ് എടുക്കുന്നുള്ളൂ നമ്മളുടെ ബൂട്ടിംഗ് ടൈം. ആ 20 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ വിൻഡോസ് 10 ബൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 20 സെക്കൻഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നമുക്ക് ബൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് നല്ല രീതിയിൽ, അതായത് 2 മിനിറ്റിലൊക്കെ 2 മിനിറ്റോളം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് വെറും 20 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഓണായി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഫുള്ള് സോഫ്റ്റ്വെയർ എല്ലാം വിട്ടിട്ടും ഒരു 20 സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ ബൂട്ടാവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.